കരൂർ ദുരന്തത്തിൽ കൂടുതൽ ടി.വി.കെ നേതാക്കളുടെ അറസ്റ്റ് ഇന്ന് ഉണ്ടായേക്കുമെന്ന് വാർത്ത വരുന്നുണ്ട്. തമിഴക വിട്ടുകഴകം ജനറൽ സെക്രട്ടറി എൻ ആനന്ദ്, ജോയിന്റ് ജനറൽ സെക്രട്ടറി നിർമ്മൽ കുമാർ എന്നിവരെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് നീക്കം. വിജയ്ക്കെതിരെ കേസെടുക്കുന്നതിൽ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും തീരുമാനം. വിവരങ്ങളുമായി കരൂരിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരനാണ് ചേരുന്നത്. ശ്രീജിത്തെ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിജയുടെ അറസ്റ്റ് തന്നെ ഉണ്ടായേക്കുമോ എന്നുള്ള ചോദ്യമൊക്കെയുണ്ട്. പക്ഷേ അതിലേക്ക് ഉടൻ പോകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ മറ്റു ചില അറസ്റ്റുകൾ ഉണ്ടാകുമെന്നും വാർത്ത വരുന്നുണ്ടല്ലോ. തീർച്ചയായും ഈ രണ്ടുപേരുടെ നേരത്തെ സൂചിപ്പിച്ച രണ്ട് നേതാക്കളുടെ അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടായേക്കും, അതായത് ഇന്ന് തന്നെ ഉണ്ടായേക്കുമെന്ന തരത്തിൽ തന്നെയാണ് വാർത്തകൾ. നേരത്തെ റഹീസ് സൂചിപ്പിച്ചതുപോലെ ഇത് കേവലം ഒരു അപകടമല്ല, അല്ലെങ്കിൽ ഒരു ദുരന്തമല്ല, മനുഷ്യനിർമ്മിതം അല്ലെങ്കിൽ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്ന് ടി.വി.കെ പ്രവർത്തകരും നേതാക്കളും ഇതിനകം തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ കരൂർ പോലുള്ള സ്ഥലത്ത് കാര്യമായ രീതിയിലുള്ള ഒരു വലിയ നേതൃത്വമൊന്നും ടി.വി.കെക്കില്ല. അതുകൊണ്ടാണ് അവരുടെ ഇത്തരത്തിൽ ഉള്ള രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെ അറസ്റ്റ് ചെയ്യാനുള്ളൊരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ വലിയ തോതിൽ വിജയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വലിയ പോസ്റ്റർ പ്രചാരണം ഈ മേഖലയിലൊക്കെ തന്നെ നടന്നിരുന്നു. എന്തായാലും ഈ ദുരന്തത്തിന് ഉത്തരവാദി സെന്തിൽ ബാലാജി തന്നെയാണ്. അതിപ്പോൾ ഒരു ആത്മഹത്യാക്കുറിപ്പിലൂടെ കൂടി അത് വ്യക്തമാക്കാനാണ് ഈ ഒരു ഘട്ടത്തിൽ ടി.വി.കെ പ്രവർത്തകർ ശ്രമിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അത് വലിയ പ്രചാരണം ഈ മേഖലയിലൊക്കെ അവർ നടത്തും. എന്തായാലും ഈ കരൂർ മേഖല, വേലുച്ചാമിപുരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വിജയ് എത്തുക എന്നത് മാത്രമാണ് ഇതിനൊരു പ്രതിവിധി. വിജയ് എത്തി അവരോട് സംസാരിക്കുക, അവരെ കണ്ട് അവർക്ക് ധനസഹായം നേരിട്ട് കൈമാറുക, ഇതൊക്കെയാണ് പ്രതിവിധി എന്ന് ടി.വി.കെ പ്രവർത്തകർ ഓൺ ബൈറ്റ് അല്ലാതെ തന്നെ നമ്മോട് അനൗദ്യോഗികമായി പറയുന്നുണ്ട്. അത് ഉണ്ടാകുമെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. അത് പോലീസിന്റെ ഒരു അനുമതിക്ക് വേണ്ടി മാത്രം കാത്തു നിൽക്കുകയാണ്. ആ മേഖലയിലേക്ക് പോകണമെങ്കിൽ കൃത്യമായ രീതിയിലുള്ള അനുമതി വേണം. വിജയ് കഴിഞ്ഞ ദിവസം തന്നെ അത് തീരുമാനിച്ചതാണ് എന്നും ടി.വി.കെയുടെ ചില പ്രവർത്തകർ പറയുന്നുണ്ട്. എന്തായാലും കൂടുതൽ അറസ്റ്റിലേക്ക് നീങ്ങിയാലും കാര്യങ്ങൾ വലിയൊരു പ്രതിഷേധത്തിലേക്കൊന്നും പോകാനുള്ള സാധ്യത ഈ ഒരു ഘട്ടത്തിലില്ല. കാരണം ടി.വി.കെ എന്നത് ഒരു വലിയ ആൾക്കൂട്ടം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു സംഘടനാ രീതി അവർക്ക് കാര്യമായ രീതിയിൽ ഇല്ല. സ്വാഭാവികമായി അത്തരത്തിലൊരു പ്രതിഷേധമൊന്നും ഈ നേതാക്കളെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്താൽ ഉണ്ടാകില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. എന്തായാലും വിജയുടെ വരവിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ജുഡീഷ്യൽ കമ്മീഷൻ ആകട്ടെ കരൂരിൽ തന്നെ തുടരുന്നുണ്ട്. അവർ ഇത്തരത്തിൽ വിജയുടെ അറസ്റ്റിലേക്ക് പോകണമോ വേണ്ടയോ എന്ന കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനം അവരും എടുത്തിട്ടില്ല. കൂടാതെ പ്രത്യേക അന്വേഷണ സംഘം ഇതിന് രൂപീകരിച്ചിട്ടുണ്ട്. അഡീഷണൽ എസ്.പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇന്നും പരിശോധനകൾ ഈ മേഖലയിൽ നടത്തും. ഹാഷ്മി ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.